Next topic, principle of effective stress. It is developed by Carl Terzaghi. Effective stress principle രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 parts. ഫസ്റ്റ് സെക്ഷൻ ഇറ്റ് ഈസ് അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ് എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ആൻഡ് സെക്കൻഡ് പാർട്ട് ഡീൽസ് വിത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിൽ. എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിലിൽ എന്താണ് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ റോൾ? ഈ രണ്ട് പാർട്സ് ആയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ള കോൺസെപ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് പാർട്ട്, ഡെഫിനിഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കൺസിഡർ എ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ മാസ്. ഒരു സോയിൽ മാസ് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തു. ടേക്ക് എ പ്രിസം. പ്രിസം മീൻസ് ഈ ഒരു ചെറിയ പോർഷൻ കണ്ടില്ലേ, ഈ ഒരു സോയിൽ മാസിൽ നമ്മളൊരു ചെറിയ പോർഷൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ടേക്ക് എ പ്രിസം ഓഫ് സോയിൽ വിത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ എ. ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്? എ ആണ്. ഈ ചെറിയ പ്രിസത്തിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എ. ആൻഡ് വെയിറ്റ് പി. ഈ ഒരു ചെറിയ പ്രിസത്തിൻ്റെ വെയിറ്റ് ആണെന്ത്? ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയമാണ് ആണല്ലോ. വെയിറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം. എത്രമാത്രം വോളിയം ഉണ്ട്, ആ വോളിയം ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ആണെന്ത്? ടോട്ടൽ വെയിറ്റ്. അപ്പോൾ ഈ പ്രിസത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യൂണിറ്റ് വെയിറ്റ് ഓഫ് പ്രിസം ഇൻറ്റു വോളിയം ഓഫ് ദ പ്രിസം. ഇനി ഈ സോയിൽ മാസിൻ്റെ ഒരു പോർഷനാണ് ഈ പ്രിസവും. ഓക്കെ, അപ്പോൾ ഈ സോയിൽ മാസിൻ്റെ യൂണിറ്റ് വെയിറ്റ് തന്നെയാണ് ഈ പ്രിസത്തിൻ്റെ യൂണിറ്റ് വെയിറ്റും. ഈ യൂണിറ്റ് വെയിറ്റ് നമുക്ക് ഗാമ സാച്ചുറേറ്റഡ് ആയിട്ട് എടുക്കാം. കാരണം എന്താണ്? ഈ സോയിൽ മാസ് ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഗാമ സാച്ചുറേറ്റഡ്. ആ ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു വോളിയം ഓഫ് ദ പ്രിസം ഗിവ്സ് ദ വെയിറ്റ്. പി ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു വോളിയം. ഇനി ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ? കാരണം ഈ പ്രിസത്തിൻ്റെ ഹൈറ്റ് സ്മോൾ ലെറ്റർ എച്ച് ആണ്. ഈ പ്രിസത്തിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്, ക്യാപിറ്റൽ ലെറ്റർ എ. സോ വി ക്യാൻ റൈറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എ, where gamma saturated is a saturated unit weight. Small letter h is the height of prism and a is the cross sectional area of prism. At the base of the prism, total stress is equal to. Total stress നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതാണ് നമ്മുടെ പ്രിസം. ഈ പ്രിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അല്ലേ. ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് എത്രമാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ പി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് വി നോ ദ ഏരിയ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം പി ബൈ എ ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എ ഇൻറ്റു എച്ച്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എ എന്ന്. എ കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ടോട്ടൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച്. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്രിസത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ്, എവിടെ ആക്ട് ചെയ്യുന്ന? ബേസിൽ ആക്ട് ചെയ്യുന്ന, അറ്റ് ദ ബേസ് ഓഫ് ദ പ്രിസം ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് എന്ന് നമുക്ക് കിട്ടി. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ മാസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ദ വോയിഡ്സ് ഇൻ ദ സോയിൽ മാസ് ആർ ഓക്യുപ്പൈഡ് വിത്ത് വാട്ടർ. എല്ലാ വോയിഡ്സും വാട്ടർ വെച്ച് ഓക്യുപ്പൈഡ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ ആ വോയിഡ്സിനകത്തുള്ള വാട്ടർ കാരണം ആ സോയിൽ മാസിൽ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? പോർ വാട്ടർ പ്രഷർ. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സ്മോൾ ലെറ്റർ യു. അപ്പോൾ പോർ വാട്ടർ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ഡ്യൂ ടു ദ പോർ വാട്ടർ ഫില്ലിംഗ് ഇൻ ദ വോയിഡ്സ് ഓഫ് സോയിൽ. സോയിലിൻ്റെ വോയിഡ്സിൽ ഫില്ല് ചെയ്യപ്പെടുന്ന വാട്ടർ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? പോർ വാട്ടർ പ്രഷർ. അതിനെ തന്നെ നമ്മൾ ന്യൂട്രൽ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം പോർ വാട്ടർ പ്രഷർ യു ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. അതായത് മുകളിൽ ചെയ്ത അതേ കാൽക്കുലേഷൻസ് തന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, പോർ വാട്ടർ പ്രഷർ ആയതുകൊണ്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഗാമ ഡബ്ല്യു ആണ്. സോ വിൽ ഗെറ്റ് യു ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഇനി ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് എങ്ങനെ കിട്ടിയെന്ന് സംശയമുള്ളവർ നോക്കുക. നമ്മുടെ സോയിൽ മാസ് ഇതാണ് അല്ലേ, അതായത് ഇതാണ് സോയിൽ മാസ്. ഈ സോയിൽ മാസിനകത്ത്
ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള വാട്ടർ ഉണ്ട്. ആ വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഗാമ ഡബ്ല്യു ആണ്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ടർ കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ലോഡ് പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഗാമ ഡബ്ല്യു ഇൻറ്റു വോളിയം. വോളിയം എത്രയാണ്? സ്മോൾ ലെറ്റർ എച്ച് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എ ഡിവൈഡഡ് ബൈ പി ബൈ എ ആണല്ലോ പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു എ. ഇവിടെ കോമൺ ആയിട്ട് എ ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്തു, നമുക്ക് കിട്ടി യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു എച്ച്. അപ്പോൾ അതാണെന്ത്? പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇക്വേഷൻസ് നമ്മളിപ്പോൾ പഠിച്ചു. ഇനിയാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ, എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ സിഗ്മ ബാർ ഓർ സിഗ്മ ഡാഷ്. സിഗ്മ ബാർ അല്ലെങ്കിൽ സിഗ്മ ഡാഷ് വെച്ചിട്ടാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇൻ ദ സോയിൽ മാസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ടോട്ടൽ സ്ട്രെസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, പോർ വാട്ടർ പ്രഷറും ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷറാണ്. നമുക്ക് എഴുതാം സിഗ്മ ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫോർ സാച്ചുറേറ്റഡ് സോയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ സാച്ചുറേറ്റഡ് സോയിലിൽ എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? വേർ സിഗ്മ ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച്. അതുപോലെ തന്നെ യു ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. എ ആൻഡ് ബി 2 ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു, കോമൺ ആയിട്ട് എച്ച് പുറത്തെടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു എച്ച്. എന്തായിരുന്നു ഗാമ ഡാഷ്? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഗാമ ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണെന്ത്? ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 4ാമതൊരു ഇക്വേഷൻ കിട്ടി. സിഗ്മ ബാർ ഈസ് ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു എച്ച്. ഇതാണെന്ത്? എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഈ ഒരു കേസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു എച്ച്. എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ എങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിച്ചത്? ഒന്ന് ഓർത്ത് നോക്കുക. ആദ്യം ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിച്ചു. ടോട്ടൽ സ്ട്രെസ് മെഷറബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു അല്ലേ? അതായത് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിച്ചു. അതിനുശേഷം പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിച്ചു, ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. അതും മെഷറബിൾ ആയിട്ടുള്ള, ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ലബോറട്ടറിയിൽ വെച്ച് മെഷർ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു. എന്നിട്ട് ഏത് രീതിയിലാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ചത്? എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തെടുത്തത്. ടോട്ടൽ സ്ട്രെസ്സിൽ നിന്നും പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. സോ എഫക്റ്റീവ് സ്ട്രെസ് കനോട്ട് ബി മെഷേർഡ് ഡയറക്ട്ലി ഇൻ ദ ലബോറട്ടറി. എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ ലബോറട്ടറിയിൽ നിന്നും ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്ത ഒരു ക്വാണ്ടിറ്റി അല്ല. അതെങ്ങനെയാണ് കിട്ടിയത്? ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം 2 ഫിസിക്കൽ മെഷറബിൾ ക്വാണ്ടിറ്റീസ് സിഗ്മ ആൻഡ് യു. അതായത് ടോട്ടൽ സ്ട്രെസ്സിൽ നിന്നും പോർ വാട്ടർ പ്രഷറിൽ നിന്നും ഈ 2 കാര്യങ്ങളും ഫിസിക്കൽ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ സിഗ്മയിൽ നിന്നും യു മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ ക്വാണ്ടിറ്റിയാണെന്ത്? എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്ത ഒരു ക്വാണ്ടിറ്റി അല്ല, അത് ഓർത്ത് വെക്കണം. എഫക്റ്റീവ് സ്ട്രെസ് ഈസ് എ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്. അതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റാണ്. 2 ഫിസിക്കൽ മെഷറബിൾ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ്, അതാണെന്ത്? എഫക്റ്റീവ് സ്ട്രെസ്. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്, അതായത് നമ്മുടെ എൻജിനീയറിംഗ് ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിലിൽ എന്താണ് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. എഫക്റ്റീവ് സ്ട്രെസ് കൺട്രോൾസ് ദ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഒരുപാടെണ്ണം നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു എൻജിനീയറിംഗ് പ്രോപ്പർട്ടി, എന്തൊക്കെയായിരുന്നു ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്.
കംപ്രഷൻ, ഷിയർ സ്ട്രെങ്ത് തുടങ്ങിയ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എല്ലാം എഫക്റ്റീവ് സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കംപ്രഷൻ ആൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് എ സോയിൽ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ എഫക്റ്റീവ് സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ് ഇവിടെ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് കംപ്രഷൻ ഓഫ് സോയിലും ഒക്കർ ചെയ്യും. കംപ്രഷൻ കൂടുന്നതിനനുസരിച്ച് ആ സോയിൽ മാസിന് മുകളിൽ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സിന് എന്ത് സംഭവിക്കും? സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. സെറ്റിൽമെൻറ്റ് മീൻസ് വെർട്ടിക്കൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ കോസസ് സെറ്റിൽമെൻറ്റ് ഓഫ് ദ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ള ഭാഗത്ത് ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ്, ദ എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഫ്ലക്ച്വേഷൻസ് ഓൺ എഫക്റ്റീവ് സ്ട്രെസ്. അതായത് ഒരു സോയിൽ മാസ് കൺസിഡർ ചെയ്തിട്ട് ആ സോയിൽ മാസിൽ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, എപ്പോഴും വാട്ടർ ടേബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പൊസിഷനിൽ നിൽക്കണം എന്നില്ല, അത് മുകളിലേക്ക് വരാം, താഴേക്ക് പോകാം, അല്ലേ? അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫക്റ്റീവ് സ്ട്രെസ്സിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സോയിൽ മാസ് കൺസിഡർ ചെയ്യുക. കൺസിഡർ എ സോയിൽ മാസ്. ഈ സോയിൽ മാസിൽ ഈ WT എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? വാട്ടർ ടേബിൾ. ഓക്കെ, ദ ഡെപ്ത് ഓഫ് വാട്ടർ ടേബിൾ ഈസ് H1 ബിലോ ദ ഗ്രൗണ്ട് സർഫസ്. അതായത് വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിൽ നിന്നും H1 ഡെപ്തിലാണ് ഉള്ളത്. നെക്സ്റ്റ്, ദ സോയിൽ എബോ ദ വാട്ടർ ടേബിൾ. ഇതാണ് വാട്ടർ ടേബിൾ. വാട്ടർ ടേബിളിന് മുകളിലുള്ള സോയിൽ, ദ സോയിൽ എബോ ദ വാട്ടർ ടേബിൾ ഈസ് അസ്യൂംഡ് ടു ബി വെറ്റ്. വെറ്റ് സോയിലായിട്ടാണ് നമ്മളിത് അസ്യൂം ചെയ്യുന്നത്. വാട്ടർ ടേബിളിന് മുകളിലുള്ള സോയിൽ നമ്മൾ വെറ്റ് സോയിലായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് കാപ്പിലറി റൈസ് കാരണവും മറ്റും ഈ ഭാഗത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ്സ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഈസ് ഗാമ. ഇവിടെയുള്ള യൂണിറ്റ് വെയിറ്റ്, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമ്മൾ എടുക്കുന്നത് ഗാമയായിട്ടാണ്. അതുപോലെ ദ സോയിൽ ബിലോ ദ വാട്ടർ ടേബിൾ, അതായത് വാട്ടർ ടേബിളിന് താഴേക്കുള്ള സോയിൽ, അവിടെ എന്തായാലും യൂണിറ്റ് വെയിറ്റ് ചേഞ്ച് ചെയ്യും. കാരണം എന്താ? വാട്ടർ ടേബിളിന് താഴെയുള്ള സോയിൽ മാസിലുള്ള എല്ലാ വോയിഡ്സും ഒക്യുപ്പൈഡ് വിത്ത് വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഗാമ സാച്ചുറേറ്റഡ് എന്ന് എടുക്കാം. ഇനി നമ്മളിവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം. അതായത് XX എന്നുള്ള ഒരു സെക്ഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ദ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് P അറ്റ് സെക്ഷൻ XX ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ സോയിൽ, അല്ലേ? അതായത് നമ്മൾ കൺസിഡർ ചെയ്തത് XX എന്നുള്ള ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ P എന്ന് പറയുന്നത് എന്താണ്? ഈ XX മുകളിലുള്ള സോയിൽ മാസിൻ്റെ ടോട്ടൽ വെയിറ്റ് തന്നെയല്ലേ? ഇറ്റ് മീൻസ് P ഈസ് ഈക്വൽ ടു W. ഓക്കെ, അതായത് ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ സോയിൽ. നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം? യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ടോട്ടൽ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്കറിയാം യൂണിറ്റ് വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. വാട്ടർ ടേബിളിന് മുകളിൽ ഒരു യൂണിറ്റ് വെയിറ്റും, അതായത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗാമയും, വാട്ടർ ടേബിളിന് താഴെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റുമാണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെയുള്ള ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാം? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ദ വോളിയം ഓഫ് സോയിൽ മാസ് എബോ ദ വാട്ടർ ടേബിൾ പ്ലസ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ദ വോളിയം ഓഫ് സോയിൽ മാസ് ബിലോ ദ വാട്ടർ ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സോയിൽ മാസ് കിട്ടും അറ്റ് സെക്ഷൻ XX. സെക്ഷൻ XXൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു H1 ഇൻറ്റു A പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു H2 ഇൻറ്റു A. അതായത് വാട്ടർ ടേബിളിന് മുകളിലുള്ള ടോട്ടൽ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് W ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ, ഇവിടെയുള്ള യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ഗാമയാണ്. ഗാമ ഇൻറ്റു ഈ ഭാഗത്തുള്ള വോളിയം എത്രയാണ്? വോളിയം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഈ ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ രണ്ട് ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? P ഈസ് ഈക്വൽ ടു ഗാമ. ഗാമ മീൻസ് വാട്ടർ ടേബിളിന് മുകളിലുള്ള യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം. എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ A ഇൻറ്റു H1. H1 ആണ് ഇവിടുത്തെ ഹൈറ്റ് പ്ലസ് ഗാമ സാച്ചുറേറ്റഡ്
അതായത് വാട്ടർ ടേബിളിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള യൂണിറ്റ് വെയിറ്റ് ഗാമ സാച്ചുറേറ്റഡ് ആണ്. ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എ ആണ് അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. അതുപോലെ തന്നെ ഹൈറ്റ് എത്രയാണ്? H2 ആണ്. സോ പി ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് എത്രയാണ്? ഗാമ ഇൻറ്റു എ ഇൻറ്റു H1 പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എ ഇൻറ്റു H2. ഈ രീതിയിലാണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ വരിക. ഗാമ H1A പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു H2A, where A is the area of cross section of soil mass. സോയിൽ മാസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ക്യാപിറ്റൽ ലെറ്റർ A. ഇനി ഇവിടെ നമുക്ക് ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. ടോട്ടൽ സ്ട്രെസ് സിഗ്മ അല്ലേ? ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇവിടെ 2 യൂണിറ്റ് വെയ്റ്റ്സ് ആണുള്ളത്. ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എച്ച്. ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് എന്ന് നമ്മൾ ആദ്യത്തെ കേസിൽ കണ്ടു. കാരണം എന്താണ്? ആ കേസിൽ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് എന്ന് എഴുതി. ഇനി ഈ കേസ് നോക്കുക. ഈ കേസിലോ ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു H2. ഇതാണെന്ത്? ടോട്ടൽ സ്ട്രെസ്. ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു H2 ആണ് ഇവിടെ ടോട്ടൽ സ്ട്രെസ്. പോർ വാട്ടർ പ്രഷർ എങ്ങനെയാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു എത്ര ഡെപ്തിലാണ് വാട്ടർ ഉള്ളത്. ആ രീതിയിലാണ് നമ്മൾ പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിച്ചത്. ഇക്വേഷൻ ബി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഈ കേസിൽ നമുക്കെങ്ങനെ പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാം? വാട്ടർ ടേബിൾ ഈ പൊസിഷനിലാണുള്ളത്. അതിന് മുകളിലേക്ക് വാട്ടർ ഉണ്ടോ? ഇല്ല. നമുക്കറിയാം പോർ വാട്ടർ പ്രഷർ മീൻസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ വാട്ടർ ആണ്. അപ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. ഇനി ആ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എത്ര ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്? H2 ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. കാരണം വാട്ടർ ടേബിൾ ഈ ലെവലിലാണുള്ളത്. വാട്ടർ ടേബിളിന് താഴേക്കാണ് എന്ത് ആക്ട് ചെയ്യുക? പോർ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുക. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ U ഈസ് ഈക്വൽ ടു ഗാമ W ഇൻറ്റു ഏത് ഹൈറ്റിലാണ്? H2 എന്ന് എഴുതിക്കൂടെ? യെസ്. സോ U ഈസ് ഈക്വൽ ടു ഗാമ W ഇൻറ്റു H2. ഇനി എന്തായിരുന്നു എഫക്റ്റീവ് സ്ട്രെസ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ സ്ട്രെസ് ആൻഡ് പോർ വാട്ടർ പ്രഷർ. സിഗ്മ ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു. ഓരോ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ ഈസ് ഈക്വൽ ടു ഗാമ H1 പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു H2. അതുപോലെ യു ഈസ് ഈക്വൽ ടു ഗാമ W ഇൻറ്റു H2. ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ W, കോമൺ ആയിട്ട് H2 പുറത്തെടുക്കാം. നമുക്കറിയാം ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ W ഈസ് ഈക്വൽ ടു ഗാമ ഡാഷ് ആണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. സിഗ്മ ബാർ ഈസ് ഈക്വൽ ടു, സിഗ്മ ബാർ മീൻസ് എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഗാമ H1 പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു H2. നമുക്ക് 2 കേസസ് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്തിരുന്നത് ഒരു സോയിൽ മാസും വാട്ടർ ടേബിൾ ഈ ഒരു പൊസിഷനിൽ വരുന്ന കേസാണ്. ഇനി ഈ വാട്ടർ ടേബിൾ റൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് ഈ പൊസിഷനിൽ നിന്നും വാട്ടർ ടേബിൾ റൈസ് ചെയ്ത് ഗ്രൗണ്ട് സർഫസ് വരെ എത്തി. അതായത് ഇവിടെയാണ് ഇപ്പോൾ വാട്ടർ ടേബിൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വാട്ടർ ടേബിൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോയിൽ ടോട്ടൽ സോയിൽ മാസിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഗാമ സാച്ചുറേറ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്യില്ലേ? യൂണിറ്റ് വെയിറ്റ് ഗാമ സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഇനി നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. കേസ് 1 എന്തായിരുന്നു? ഇഫ് ദ വാട്ടർ ടേബിൾ റൈസസ് ടു ദ ഗ്രൗണ്ട് സർഫസ് ദ ഹോൾ ഓഫ് ദ സോയിൽ ഈസ് സാച്ചുറേറ്റഡ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോട്ടൽ സ്ട്രെസ്? ടോട്ടൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സിഗ്മയാണ് അല്ലേ? അതായത് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹൈറ്റ്. നമ്മുടെ കേസ് 1 അതായത് ഇക്വേഷൻ എ എടുക്കുക. കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ആ ഭാഗം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. സോ സിഗ്മ ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് എന്ന് എഴുതിക്കൂടെ? ഇവിടെ ടോട്ടൽ സ്ട്രെസ് നോക്കുക. വാട്ടർ ടേബിൾ മുകളിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ സോയിൽ മാസിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഗാമ സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഗാമ സാച്ചുറേറ്റഡ് ആണ് യൂണിറ്റ് വെയിറ്റ് എങ്കിൽ ഇത് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ഈ ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് ആണെന്ത്? ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ സ്ട്രെസ്സാണ് ഇവിടെ എഴുതിയത്, ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച്. ആ ഫിഗർ ഞാനൊന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് വരിക. അതായത് വാട്ടർ ടേബിളും
ഗ്രൗണ്ട് സർഫസും ഈ ഒരു ലൈനിൽ കോയിൻസൈഡ് ചെയ്യുന്നു. ക്യാപിറ്റൽ എച്ച് ആണ് ഹൈറ്റ്. ക്യാപിറ്റൽ എച്ച് ഡെപ്തിലുള്ള സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് ആണെന്ത്? ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് എന്ന് പറയുന്നു. ഇനി നമുക്കിവിടെ പോർ വാട്ടർ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പോർ വാട്ടർ പ്രഷർ എന്താ നമുക്കറിയാം. സോയിൽ മാസിനകത്തുള്ള വോയിഡ്സ്, ആ വോയിഡ്സിനുള്ളിൽ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പോർ വാട്ടർ പ്രഷർ. അപ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഏത് യൂണിറ്റ് വെയിറ്റ് ആണ്? വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യു ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു, വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു എത്ര ഹൈറ്റിലാണ് ആ വാട്ടർ ആക്ട് ചെയ്യുന്നത്. വാട്ടർ ടേബിൾ എവിടെയുള്ളത്? മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്നും എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ഇതാണെന്ത്? പോർ വാട്ടർ പ്രഷർ. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്ട്രെസ്സും കിട്ടി, പോർ വാട്ടർ പ്രഷറും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ചൂടെ? എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു അല്ലേ? എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ ബാർ, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു, ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് കിട്ടി നമുക്ക്. സിഗ്മ ബാർ ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു എച്ച്. അപ്പോൾ ഈ ഒരു കേസ് കൂടി ഓർത്ത് വയ്ക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിക്കുക, ഇക്വേഷൻസ് കാണാതെ പഠിക്കരുത്. ആസ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഈസ് ലെസ് ദാൻ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു റൈസ് ഓഫ് വാട്ടർ ടേബിൾ. ഇറ്റ് മീൻസ് സോയിൽ മാസ് സബ്മേർജ് ചെയ്ത് കിടക്കുമ്പോൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റിനേക്കാളും കുറവായിരിക്കും യൂണിറ്റ് വെയിറ്റ് ഉണ്ടാവുക. അതായത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓൾവേസ് ലെസ് ദാൻ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം, ഇവിടെ കണ്ടോ, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു എച്ച് ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. ദാറ്റ്സ് വൈ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു റൈസ് ഓഫ് വാട്ടർ ടേബിൾ. വാട്ടർ ടേബിൾ റൈസ് ചെയ്യുന്നതിനനുസരിച്ച് എഫക്റ്റീവ് സ്ട്രെസ് അവിടെ റെഡ്യൂസ് ചെയ്ത് വരും എന്നുള്ള ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി സെക്കൻഡ് കേസ്, ഇഫ് ദ വാട്ടർ ടേബിൾ ഈസ് ഡിപ്രസ്ഡ് ബിലോ ദ സെക്ഷൻ എക്സ് എക്സ്. അതായത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എടുക്കുക. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫിഗർ. ഈ ഫിഗറിൽ വാട്ടർ ടേബിൾ ഡിപ്രസ് ചെയ്യുന്നു. വാട്ടർ ടേബിൾ ഡിപ്രസ് ചെയ്ത് എവിടെ എത്തി? എക്സ് എക്സിലെത്തി, അല്ലെങ്കിൽ എക്സ് എക്സിനേക്കാളും താഴെയായിട്ടെത്തി. അത്തരം കേസിൽ എന്തായിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു ഫിഗർ മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫസ്. വാട്ടർ ടേബിൾ ഡിപ്രസ് ചെയ്ത് എവിടെ എത്തി? എക്സ് എക്സിൽ, അല്ലെങ്കിൽ എക്സ് എക്സിനേക്കാളും ബിലോ ഒരു പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ് എക്സിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്കറിയാം എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് ന്യൂട്രൽ സ്ട്രെസ്, അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ സ്ട്രെസ് തന്നെ കണ്ടുപിടിക്കാം. ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മയാണ് അല്ലേ? സിഗ്മ ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എച്ച്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഗാമ സാച്ചുറേറ്റഡ് ആണോ ഗാമയാണോ ഇവിടെയുള്ള യൂണിറ്റ് വെയിറ്റ്? വാട്ടർ ഉണ്ടോ ഇവിടെ? വാട്ടർ ഇല്ല. വാട്ടർ ടേബിൾ ഈ പൊസിഷനിലാണുള്ളത് അല്ലേ? അപ്പോൾ ഈ സോയിൽ മാസിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗാമയാണ്, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ സ്ട്രെസ് എത്രയായിരിക്കും? ഗാമ ഇൻറ്റു എച്ച് അല്ലേ? ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ എച്ച് ആണ്. നെക്സ്റ്റ് നമുക്ക് പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, ടോട്ടൽ സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഗാമ എച്ച്. പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാം. പോർ വാട്ടർ പ്രഷർ ഇസ് ഈക്വൽ ടു യു ആണ് അല്ലേ? ഈ ഫിഗർ നോക്കാം. ഈ സെക്ഷനാണ് നമ്മൾ എക്സ് എക്സിൽ ആക്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷറാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് മുകളിലായിട്ട് വാട്ടർ ഉണ്ടോ? വാട്ടർ ടേബിൾ എക്സ് എക്സിൽ അല്ലെങ്കിൽ അതിനേക്കാളും ബിലോ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഗാമ ഡബ്ല്യു ഇൻറ്റു ഏത് ഹൈറ്റിലാണ് വാട്ടർ ടേബിൾ ഉള്ളത്, ആ ഹൈറ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ എക്സ് എക്സിന് മുകളിലായിട്ട് വാട്ടർ ടേബിൾ ഉണ്ടോ? ഇല്ല. വാട്ടർ ടേബിൾ ഡിപ്രസ് ചെയ്തു എക്സ് എക്സിന് താഴേക്ക്. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? 0 ആണ്. ഇവിടെ ഉണ്ടാകുന്ന പോർ വാട്ടർ പ്രഷർ എത്രയാണ്? അപ്പോൾ 0 ആണ്. സെക്കൻഡ് കേസിൽ എപ്പോൾ? വെൻ ദ വാട്ടർ ടേബിൾ ഡിപ്രസ്ഡ് ബിലോ ദ സെക്ഷൻ എക്സ് എക്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പോർ വാട്ടർ പ്രഷർ യു ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫൈൻഡ് ദ എഫക്റ്റീവ് സ്ട്രെസ്. സിഗ്മ ബാർ ഈസ് ഈക്വൽ ടു ഗാമ എച്ച് മൈനസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ എച്ച്. ഇവിടെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണോ? അല്ല. ഇവിടെ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്, ഗാമയാണ്, ഗാമ ഡാഷ് അല്ല. നമുക്കറിയാം ഗാമ ഡാഷ് ഈസ് ലെസ് ദാൻ ഗാമയാണ് അല്ലേ?
ഗാമ ഡാഷ് ഈസ് ലെസ് ദാൻ ഗാമ അല്ലെങ്കിൽ ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ ഗാമ ഡാഷ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത്, അതായത് വെൻ ദ വാട്ടർ ടേബിൾ ഈസ് ഡിപ്രസ്ഡ് ബിലോ ദ സെക്ഷൻ എക്സ് ആവുന്ന കേസിൽ എഫക്റ്റീവ് സ്ട്രെസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ഗാമ ഇൻറ്റു എച്ച് ആയി മാറും എഫക്റ്റീവ് സ്ട്രെസ്. ഒന്നുകൂടി ഓർക്കുക, വെൻ ദ വാട്ടർ ടേബിൾ ഈസ് റൈസ്ഡ് എബോവ് ദ ഗ്രൗണ്ട് സർഫസ്. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിന് മുകളിലേക്ക് റൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം കേസിൽ എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതുപോലെ വെൻ ദ വാട്ടർ ടേബിൾ ഈസ് ഡിപ്രസ്ഡ് ബിലോ ദ സെക്ഷൻ എക്സ്, താഴേക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് എങ്കിൽ ഈ എക്സിൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ 2 പോയിൻറ്റ്സും ഓർത്ത് വയ്ക്കുക.